അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് കണ്ടാലോ? എൻ്റെ ഒരു മോർണിംഗ് ഒരു ദിവസം രാവിലെ ഞാൻ ഇപ്പം എന്താ ചെയ്യുക? ആദ്യം തന്നെ നല്ല വെള്ളമൊക്കെ അങ്ങോട്ട് കുടിച്ച് ദിവസം അങ്ങ് തുടങ്ങി കേട്ടോ. വിൻഡോയൊക്കെ ആദ്യമേ അങ്ങോട്ട് തുറന്നിട്ട് രാവിലെ ഇത്തിരി അങ്ങ് നേരത്തെ എണീറ്റേ ശുദ്ധവായുവൊക്കെ കുറച്ച് ഉള്ളിലോട്ട് അങ്ങ് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് ഈ ഒരു ദാഹമുക്തി എന്ന് പറഞ്ഞ സാധനമാണ് ചേർക്കുന്നത്. നമ്മൾ ഈ ഉലുവയും ജീരകമൊക്കെ ചേർക്കില്ല, അതുപോലെ ഇതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കോവയ്ക്ക തലേദിവസം തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കോവയ്ക്ക അങ്ങോട്ട് മെഴുക്കുവരട്ടിയിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുകിട്ടു, എണ്ണ ഒഴിച്ച് കടുകിട്ടു. ഇനി നമ്മൾ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് അങ്ങോട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഞാൻ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു കേട്ടോ. അതപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴേക്കും ഞാൻ പിന്നെ കോവയ്ക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒത്തിരി വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമയില്ല, സമയവും ഇല്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ വക സാധനങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു പരുവമായി. അപ്പോൾ നമ്മളങ്ങ് അടച്ചു വെച്ചു. പിന്നെ അത്രയും നേരം ചെയ്ത് മിച്ചം വന്ന പാത്രം അങ്ങോട്ട് കഴുകി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനിടയ്ക്ക് കോവയ്ക്ക ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ തലേദിവസം തന്നെ കുക്കറിൽ അരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ അങ്ങ് തിളപ്പിച്ചെടുക്കുകയാണ് രാവിലെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റസ്ക് ആയിരുന്നു കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചായ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറും തിളച്ച് വന്നു. ഇനി ചോറ് അരിച്ചെടുക്കുകയാണ് നമ്മുടെ അടുത്ത പണി. ഈ ഒരു സാധനത്തിലാണ് ഞാൻ അരിച്ചെടുക്കുക. ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഈ ഒരു സാധനത്തിൽ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി, കോവയ്ക്ക റെഡിയായി, പിന്നെ നമ്മുടെ വെള്ളം റെഡിയായി, പിന്നെ നമ്മുടെ ചായ റെഡി ആയിരുന്നല്ലോ. അപ്പം ചായ നമ്മൾ അരിച്ചെടുക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ റസ്ക്കും കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചു. നിങ്ങൾ ഓർക്കല്ലേ ചോറും കോവയ്ക്ക മാത്രമേ ഉള്ളൂ എന്ന്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാറും പിന്നെ പപ്പടമൊക്കെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കുപ്പിയിലാക്കി. ലഞ്ച് നമ്മളെടുത്തില്ല, ഉച്ചയ്ക്ക് നമ്മൾ നേരത്തെ എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.